ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി ആരായിരിക്കും മത്സരിക്കുക? ഉയർന്നു കേൾക്കുന്ന പേരുകൾ കുറച്ചൊന്നുമില്ല. 5 പേരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതിന് പിന്നാലെ ഇനിയും പേരുകൾ വരാം. എന്തായാലും ശരി, ഈ 5 പേരും പത്തനംതിട്ട ജില്ലക്കാരാണ്. ഈ പത്തനംതിട്ടക്കാരായ 5 പേരും ഇത്തവണ ആറന്മുളയിലെ സീറ്റിന് വേണ്ടിയുള്ള പ്രയത്നം ആരംഭിച്ചിട്ടുമുണ്ട്. കാണാൻ പറ്റുന്ന നേതാക്കളെയൊക്കെ കണ്ടിട്ടുമുണ്ട്. നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന്റെ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ദൗത്യം. അത് ഓരോരുത്തരും പറയുന്നു ഞാൻ നിന്നാൽ അത് നേടിയെടുക്കും എന്ന്. അതിനുവേണ്ടി സഭയുടെയും സമുദായത്തിന്റെയും പിന്നെ ആരുടെയൊക്കെ പിന്തുണ വേണോ അതൊക്കെ അവർ ഉറപ്പിക്കുന്നുമുണ്ട്. പക്ഷെങ്കിൽ ആരായിരിക്കും പത്തനംതിട്ടയിൽ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ഒരു ചിത്രം മാത്രമാണ്. എങ്കിലും ആ 5 പേർ ആരാണെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. പത്തനംതിട്ടയിലെ മുൻ DCC പ്രസിഡന്റും നഗരസഭയുടെ ചെയർമാനുമായിരുന്ന P. മോഹൻരാജ്, അതോടൊപ്പം തന്നെ നഗരസഭയിലെ മുൻ ചെയർമാനായിരുന്ന A. സുരേഷ് കുമാർ, പിന്നീടുള്ളത് പഴകുളം മധുവാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ വക്താവാണ്. ഇതിനു പുറമെ റോബിൻ പീറ്ററും ശ്രമിക്കുന്നുണ്ട്. റോബിൻ പീറ്ററിനെ സംബന്ധിച്ച് നേരത്തെ കോന്നിയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയെങ്കിൽ പോലും അത് ശരിയായ സമയത്തല്ല ആ മത്സരത്തിന് വേണ്ടി അദ്ദേഹം കടന്നു ചെന്നത് എന്നാണ് പറയുന്നത്. റോബിൻ പീറ്ററിന് സഭാ സമുദായങ്ങളുടെയൊക്കെ പിന്തുണ ആറന്മുളയിൽ കിട്ടും എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. കൂടാതെ ഇനി മറ്റൊരാളുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ത്യയോടനാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒപ്പം തന്നെ ഒരു കാലത്ത് പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ മുഖം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജയ് ഇന്ത്യയോടനും ഈ സീറ്റിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ 5 പേരാണ് ഇപ്പോൾ നിലവിൽ പത്തനംതിട്ടയിൽ ആറന്മുളയിലെ സീറ്റിന് വേണ്ടി കോൺഗ്രസിൽ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ പത്തനംതിട്ടയ്ക്ക് പുറത്തു നിന്നും ആറന്മുളയിലെ സീറ്റ് മോഹിച്ച് നിരവധി പേർ നിരന്നു നിൽക്കുന്നുണ്ട്. ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ പത്തനംതിട്ട ഉൾപ്പെടുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കാണാം. ഇടതുപക്ഷത്ത് മത്സരിക്കുന്നത് ഇത്തവണയും വീണ ജോർജ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശമൊക്കെ ഉറപ്പായിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ശക്തമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും കണ്ടെത്തേണ്ടി വരിക. പത്തനംതിട്ടയ്ക്ക് അകത്തു നിന്നോ പത്തനംതിട്ടയ്ക്ക് പുറത്തു നിന്നോ ആയിരിക്കാം സ്ഥാനാർത്ഥി എന്നുള്ളത് അത്ര ഉറപ്പിച്ചിട്ടില്ല. എങ്കിൽ പോലും സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ദൗത്യമാണ്, ലക്ഷ്യമാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാവും. കാത്തിരിക്കാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പുതിയ വാർത്തകൾ കാണാം.